ഗൈസ്, വരൂ നമുക്കല്പം കുത്തിത്തിരിപ്പ് വർത്തമാനം പറയാം. കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും പറഞ്ഞിട്ട് 2-3 ദിവസമായി. എന്നാൽ അതിലേക്ക് പോകാം. അഹാനയെ പറ്റിയിട്ട് കുറേ പേരുടെ ഫേക്ക് തംബ്നെയിൽ കണ്ടു. ഞാനും കാലത്തെ വിചാരിക്കുകയാണ്, ചേട്ടാ ഇതിപ്പോൾ ആരപ്പോൾ അഹാനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു? അഹാനയ്ക്ക് ഇപ്പോൾ ഇത് എന്തിൻ്റെ കേടാ? ഒന്നാമതേ ആ കൊച്ചു എയറിലാണ്. അതിൻ്റെ കമൻറ്റ് ലൈനൊന്നും പോയി കാണാൻ വയ്യ. അമ്മാതിരി അതിനെ എടുത്ത് ഊക്കി ഉടുത്ത് വെച്ചിരിക്കുന്നു. എന്തോ ഒരു ഭാഗ്യം. നല്ല രീതിയിൽ വസന്താമ്മയെ പറ്റി പറഞ്ഞു, എടി വസന്ത ആദ്യം ചോദിച്ചു ഇതെന്താ ഈ എടി വസന്ത. പിന്നീടാണ് മനസ്സിലായത് ആ അമ്മുമ്മയുണ്ടല്ലോ അവരുടെ പേരാണത്. അത് അവിടെ വെച്ച് ഈ പെൺപിള്ളേരെ അങ്ങ് കൊല വിളിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ എയറിലേക്ക് കയറിയിരിക്കുന്നത് 4 പേരിൽ ഏറ്റവും കൂടുതൽ എയറിൽ കയറിയിരിക്കുന്നത് അടുത്തങ്ങ് താഴേക്ക് വരാൻ സാധ്യത കുറവുള്ളതും അഹാനയാണെന്ന് തോന്നുന്നു. അഹാന അതിൻ്റെ കൂടെ ഉള്ള പൈസ അല്ല, സമയം ലിമിറ്റഡ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള നേരം കൊണ്ട് കിട്ടാവുന്ന അത്രയും മാക്സിമം അക്സെപ്റ്റൻസ് വാങ്ങി വലിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുമാത്രമല്ല ഓണം കളക്ഷൻ വന്ന് ഓണത്തിന് കുറച്ച് പൈസ ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സാരിയും കൊണ്ട് ഇറങ്ങിയത്. തൊലിഞ്ഞു എന്നുള്ളതാണ് സത്യം. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അവരുടെ ആ ഒരു വിൽപ്പന, അതിഭീകരമായ വിൽപ്പന, അല്ലെങ്കിൽ പൈസ കൂടുതലാക്കിയിട്ടുള്ള വിൽപ്പന, അത് വാങ്ങിക്കാൻ അവരെ എന്തോ സംഭവമായി ചിന്തിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ ഉള്ളിടത്തോളം നമ്മൾ ആരതിനെതിരെ അത് ഭയങ്കര കുഴപ്പമല്ലേ, അവരങ്ങനെ ആളുകളെ പറ്റിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരടുത്ത് എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? അവർക്ക് അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ പ്രൈസ് പണി ഇത്ര ഇട്ട് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങിക്കില്ലെങ്കിൽ വിട്ടേരെ. പലരും ഇതിനെ സ്വർണത്തിനെയൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്വർണത്തിന് ഒറ്റ വിലയുള്ളൂ എല്ലായിടത്തും. മേക്കിംഗ് ചാർജാണ് ഡിഫറൻസ് വരുന്നത്. നിങ്ങൾക്ക് ബീമയിൽ കിട്ടുന്ന മേക്കിംഗ് ചാർജ് ആയിരിക്കത്തില്ല താഴെ ഒരു ലോക്കൽ കടയിൽ പോയാൽ അവർ ആ മേക്കിംഗ് ചാർജ് കുറയ്ക്കും. അത് എല്ലായിടത്തും ഉള്ളതാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ എന്താണോ അവരുടെ പ്രതലം, അതിനനുസരിച്ചിട്ട് തന്നെയാണ്. അതിന് ഇനിയിപ്പോൾ ആര് വായ്ത്താളിട്ട് അടിച്ചിട്ടും എനിക്ക് നെഗറ്റീവ് മറ്റൊരു അഭിപ്രായം വരത്തില്ല. അഹാനയോ അഹാനയുടെ വീട്ടിലുള്ളവരോ ഒക്കെ ഇത് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നേരത്തെ ഞാൻ പോളിസി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുറേ പേരൊന്നും അങ്ങനെയല്ല, സ്ട്രാറ്റജി എന്ന് പറയണം. എന്നാൽ ശരി, സ്ട്രാറ്റജിയാണ് അവരുടെ സ്ട്രാറ്റജിയാണ് അങ്ങനെ വിൽക്കുക എന്നുള്ളത്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം. മുൻപൊക്കെ പ്രാഡ ബാഗ് അറിയാമോ? ഭയങ്കര എക്സ്പെൻസീവാണ്. സെയിം തിങ്, സെയിം മെറ്റീരിയൽ, അതിനേക്കാൾ ചീപ്പായിട്ട് താഴെ വേറെ കിട്ടും. അത് നിങ്ങൾ വിചാരിക്കുന്നതാണ് 350 എബോവ് ആണ് അതിൻ്റെയൊക്കെ വില. ഡോളറാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അന്ന് ദുബായ് മാളിലൊക്കെ കിട്ടുന്നതാണ്. അത് ഫ്രാഡ ബാഗ് എന്ന് പറയുന്നത് മിനിമം സ്റ്റാർട്ടിംഗ് റേറ്റ് $100 മുകളിലിട്ടേ ഉള്ളൂ, അതിൻ്റെ താഴ്ത്തില്ല. അതേ സാധനം വെറും നിസാര വിലയ്ക്ക് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരെങ്ങനെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. സോ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണത്. അത് ഉൾക്കൊള്ളാൻ വയ്യാത്തവരും അവരോടുള്ള അപാരമായ അസൂയ ഉള്ളവരുമാണ് കിടന്ന് അലയ്ക്കുന്നത്. പിന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേരുടെ വീഡിയോസ് ഞാൻ കണ്ടതിൽ നിന്ന് പറയുന്നതാണ്, എന്താ അവർ ആളുകളെ പറ്റിക്കണമെന്ന്. അവർ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ആളുകളെടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം, നിങ്ങൾ ഇതേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇല്ല, ഞങ്ങളൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇല്ലെങ്കിൽ വാങ്ങിക്കേണ്ട. ഇനി ഇതിൻ്റെ പേര് വന്നിട്ട് ഞാൻ അവരിൽ നിന്ന് കാശ് വാങ്ങി എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന അഹാനയ്ക്കും ടീമിന് ഇത്തിരി പൈസ തരണം തോന്നിയാൽ തരണം കേട്ടാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ആ കുട്ടി ചെയ്ത ഒരു കാര്യം വളരെ മോശമാണ്, വളരെ മേളയച്ചമാണ്. അതിനെതിരെ ശക്തമായി സംസാരിച്ചവളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ആ കുട്ടി നേരിടുന്ന സൈബർ ബുള്ളിങ് അനാവശ്യമാണ്, അഹങ്കാരമാണ്. നമുക്ക് ഒരാളെ ബുള്ളിങ് ചെയ്യാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെല്ലാം കുഴപ്പമാണെന്ന് പറയരുത്. ഇഷ്ടമില്ലാത്ത അച്ചി ചെയ്യുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്ന ഒരു ഫോർമുല എനിക്കില്ല. അവർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും. ഇപ്പം നന്മ ചെയ്തോന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇത് അനാവശ്യമായ ചുമ്മാ ഒരു അലിഗേഷനിലേക്ക് അവരെ വലിച്ചുകൊണ്ടിടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കാര്യമില്ലാതെയാണ് അവർ ആക്രമിക്കുന്നത്. അവരിനി സോഷ്യൽ മീഡിയയിലേ പാടില്ല എന്ന ഒരു ഫോമിലാണ് പലരും ഒന്ന് മുറുക്കി പിടിച്ചിരിക്കുന്നത്. ആൻഡ് അവരുടെ ഫാമിലി ലൈഫ് ഫ്ലോപ്പായിട്ടില്ല, നമ്മൾ വിചാരിച്ച കണക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ള ഒരു നിരാശാബോധമുള്ളവരാണ് കൂടുതൽ അവരെ ആക്രമിക്കുന്നത്. അവരുടെ കൂടെ കുറച്ച് ദിവസം പഴകുമ്പോൾ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഏകദേശം കൂടെ ഉള്ളവർക്ക് മനസ്സിലാക്കും. അവരത് റെഡി ആണെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാർ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിനൊന്നും ഒരു പ്രയോജനവും ഇല്ല. പിന്നെ ഇതേപോലെ കുറേ മൊട്ട അമ്മച്ചിമാരിരിപ്പുണ്ട്. അവരുടെ കൂടെയുള്ള കുറേ അമ്മച്ചിമാരുണ്ട്. അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹാന ഇട്ട സാരി, ഖുശ്ബു ഇട്ട സാരി, അതിട്ട സാരി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കിടന്ന് ബഹളം വയ്ക്കും. പിന്നെ നമ്മൾ മിക്ക ഫിലിം സ്റ്റാർസിൻ്റെ ഇപ്പോഴും കുറേ മാറി കേട്ടോ, മുമ്പൊക്കെ അങ്ങനെയല്ല. മിക്ക ഫിലിം സ്റ്റാർസ് ഇടുന്ന അതേ ഡ്രസ്സ് അത് ടെക്സ്റ്റൈൽസുകാർ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നതാണ്. അവരിട്ട അതേ വസ്ത്രം ഇവിടെ ഉണ്ട്, അതിന് ഇത്ര വിലയുണ്ട് എന്ന് പറയുമ്പം ആളുകൾ മെനക്കെട്ടത് വാങ്ങിക്കുന്ന ഒരു ടൈം ഉണ്ട്. എന്തിനധികം ഇപ്പം ഒത്തിരി പണക്കാരായ ഡയാന രാജകുമാരി ഡ്രസ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അവർ ഉപയോഗിച്ച വസ്തു.
അത് എങ്ങനെയായാലും അത് യൂസ്ഡ് മെറ്റീരിയലാണ്. പക്ഷെ ഡയാനയുടെ വസ്ത്രം എന്ന് പറയുമ്പോൾ അതൊക്കെ ബില്യൺ കണക്കിന് ഡോളറിനാണ് സെയിലാകുന്നത്. സോ അങ്ങനെയൊക്കെ കമ്പാരിസൺ നടത്തുകയാണെന്ന് ചോദിച്ചാൽ അവർ ആ രീതിയിലുള്ളവരാണ്, അവർ ടോപ്പിൽ നിൽക്കുന്നവർ തന്നെയാണ്. അതിനകത്ത് ബാക്കി ആരും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ഇപ്പോൾ ഗ്ലാമി ഗംഗയുടെ കാര്യം എടുക്കാം, ജാസ്മിൻ ജാഫറിന്റെ കാര്യം എടുക്കാം. സാധാരണ ഒരു പെൺകുട്ടിക്കുള്ള വാല്യൂ അല്ലല്ലോ അവർക്കുള്ളത്. അവർ സെലിബ്രിറ്റി തന്നെയാണ്. അവരെ ഫോളോ ചെയ്യുന്ന അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറയുമ്പം ദേ ആർ സെലിബ്രിറ്റീസ്. അഫ്കോഴ്സ് അവർ സെലിബ്രിറ്റികളാണ്. അത് നമ്മൾ അംഗീകരിക്കാൻ അത്ര ബുദ്ധിമുട്ട്. നിങ്ങൾ ഇതിനകത്ത് ജനാധിപത്യം കൊണ്ട് കയറ്റല്ലേ? ഇതിനകത്ത് ജനാധിപത്യം ഒന്നുമില്ല. ഈ ഒരു സാധനത്തിൽ ജനാധിപത്യം നെഹിഹേ നെഹിഹേ നെഹിഹേ. ഈ നടിമാര് ഇപ്പം നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ നടന്നു പോകുന്നു, ഒരു നടി നടന്നു പോകുന്നു. ബട്ട് ഈസ് ദ ഡിഫറെൻറ്റ്. ആ നടിയുടെ അടുത്തേക്ക് 10 പേര് വരെ ഫോട്ടോ എടുക്കണമെന്ന് പറയും. ഈ വീട്ടമ്മയുടെ അടുത്തൊന്നും ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരുവോടെ? 2 പേർക്കും എന്താ വ്യത്യാസം? 2 പെണ്ണല്ലേ? 2 ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യത്തെ പൗരകളല്ലേ? എന്താ വ്യത്യാസം? ദ അതർ വൺ സെലിബ്രിറ്റിയാണ്, മറ്റത് ഒരു വീട്ടമ്മയാണ്. ആ ഡിഫറൻസ് മനസ്സിലാവാത്ത പൊട്ടരാണ് അവരെ എതിർക്കാനും അവർ അങ്ങനെ ചെയ്യണോ അവരിങ്ങനെ ചെയ്യണോ എന്ന് പറയുന്നത്. അവരുടെ ടൈം ലൈനിൽ കൂടെ പ്രസിദ്ധപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ആൻഡ് അവരുടെ ഒരു എന്താ പറയണേ വെബ്സൈറ്റിൽ കൂടെ അവർ പബ്ലിഷ് ചെയ്തിട്ടിരിക്കുന്നു 7,500 എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുകയും ഇല്ലെങ്കിൽ മിണ്ടാണ്ട് കുത്തിയിരിക്കുകയും അതിൽ ചെറിയ എമൗണ്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ അത് പോയി വാങ്ങിക്കുകയും പിന്നെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവരിപ്പോൾ തൂക്കിക്കൊല്ലാന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ഫീൽ റിയലി പേറ്റി അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. മൈസെൽഫ് പറഞ്ഞല്ലോ 1,200 രൂപയ്ക്ക് ഈ പറയുന്ന മെറ്റീരിയൽ കിട്ടുമെന്ന്. പക്ഷേ ഡിഫറൻസ് ഉണ്ടാവും. അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു പക്ഷേ ഞാൻ പൂർത്തിയാക്കത്തോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിരിക്കും. എക്സാമ്പിൾ പറയാം. കർണാടകത്തിൽ നിന്നുള്ള ഒരു സൈറ്റിൽ നിന്ന് 1,200 രൂപയ്ക്ക് ഇതേ മെറ്റീരിയൽ എനിക്ക് കിട്ടും. പക്ഷേ ഞാൻ ട്രസ്റ്റ് ചെയ്ത് അവർക്ക് ആ പേയ്മെന്റ് ഇട്ട് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഓസിയുടെ അടുത്ത് നിന്നാണെങ്കിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കാശ് തന്നില്ലെങ്കിൽ ഓളെ ഞാൻ മൂക്കുണ്ടിച്ചണ്ണപ്പറപ്പ് വരയ്ക്കും. കാരണം സെലിബ്രിറ്റിയാണ് അവർ. ആ രീതിയിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടുമെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പണി അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ പൈസ പോകത്തില്ല. ആ സാധനം നമുക്ക് വന്നേ പറ്റുള്ളൂ. ഇനി അതിനകത്ത് ഡാമേജ് കൊണ്ടിട്ടാൽ അത് ഓർഡർ ചെയ്യുന്ന ഞാനും കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും വിടൂല. അപ്പം എനിക്ക് നല്ല പ്രോഡക്റ്റ് തന്നെ കിട്ടുകയും ചെയ്യുന്നുള്ളൊരു ഷൂരിറ്റി ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അവർ തരുന്ന പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ദേ ആർ റെസ്പോൺസിബിൾ. അപ്പോൾ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായി അവർ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് കുറച്ച് ഡിമാൻഡ് വെക്കാൻ പറ്റുമെന്നാണ് ഇൻ ഷോർട്ട് പറഞ്ഞത്. ഇവിടുത്തെ കുത്തിത്തിരിപ്പ് ഇതൊന്നുമല്ല. ഞാൻ നോക്കിയപ്പോഴേ ഇവർ സിയ ബൈ അഹദശിക എന്നിട്ടിരിക്കുന്നുണ്ട്. ഇവരാദ്യം അഹദശിക എന്നാണ് തുടങ്ങിയത്. അഹദശികയുടെ ഫുൾ ഫോം എടുത്തു നോക്കിയാൽ അതിനകത്ത് അഹാന ഉണ്ടാവും, ദിയ ഉണ്ടാവും, പിന്നെ ഇഷാനി ഉണ്ടാകും, ഹൻസിക ഉണ്ടാകും. എല്ലാവരെയും കൂടെ പേരിൻ്റെ ആദ്യത്തെ കുറേ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാണ് അഹദശിക ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പോൾ അവർ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് സിയ എന്ന് മാത്രം കാണുന്നു. സം സോർട്ട് ഓഫ് കുത്തിത്തിരിപ്പ് കമ്മിങ് സം. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലേനു? എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ തമ്മി തല്ലിയപ്പോൾ, അതായത് വസന്ത എന്ന് പറയുന്ന ഇവരുടെ അമ്മമ്മ തല്ലിയെ ഇവർ തള്ളി പറയുന്ന സമയത്ത് ആ പെൺകുട്ടി ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൊച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനും ഓസിയുമാണ് ഫ്രണ്ട്ലി, ഞങ്ങൾ ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്സാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവളോടുള്ള സൗഹൃദം ഓസിക്കുള്ളത് കൊണ്ടാണ് ഓസിയെ കിക്ക് ഔട്ട് ആക്കിയത്? അതോ ഓസി ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരു സപ്പോർട്ടില്ല എന്ന് പറയുന്നിടത്താണോ? ഇനി എന്തൊക്കെ പുറത്ത് വരാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്കങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. സംതിങ് പിച്ചി എന്തരാണെന്നുള്ളത് വരും കാലങ്ങളിൽ അറിയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് അഹാന തന്നെയാണ്, ഒരു തർക്കമില്ല. ഇനി നമുക്ക് ഇവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റിൽ വന്ന കമൻസ് ഒന്ന് വായിക്കാം. ഭയങ്കര കമൻസാണ്. സിയയുടെ ഫുൾ ഫോം അറിയുമോ? സിന്ധു, ഇഷാനി, അഹാന, ഹൻസിക. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ താഴെപ്പഴം ഉണ്ടെങ്കിൽ പറയുക. ഏതായാലും വേൾഡ് ക്ലാസ് ഭയങ്കരമായി വൈറലായ ആ സാരി അത് ഉടുത്തുകൊണ്ടുള്ള കളിയാണ്. ഇവരെല്ലാവരും അതേ ടൈപ്പ് സാരികൾ ആണ് പബ്ലിഷ് ചെയ്യുന്നത്. എനിക്ക് പക്ഷേ ഇതിനകത്തൊരു കൗതുകവും തോന്നുന്നില്ല. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തുമാത്രം പൈസ മുടക്കിയാണ് ആളുകൾ ഈ പഴംതുണികൾ വാങ്ങിക്കുന്നതെന്നുള്ളതാണ്. കഷ്ടമൊന്നല്ലാതെ ഒന്നും പറയാനില്ല. എനിവേ നമുക്ക് അഹദശികയുടെ ആ കമൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് എത്തി നോക്കാം. വരൂ കൂട്ടുകാരെ. എപ്പോ എല്ലാം കൂടെ ഇറങ്ങി വസന്ത ആൻഡ് ഫാമിലി സ്റ്റാർട്ടഡ്. എടി വസന്തേ, ഒരു രക്ഷയില്ല. സംഭവം സോൾഡ് ഔട്ടാണ്. ആകെ 8 സാരിയാണ് വന്നത്. 5 എണ്ണം അമ്മയും മക്കളും കൂടെ വീതിച്ചെടുത്തു. അപ്പനും മരുമോൻ ചെക്കനും കൂടെ 2 എണ്ണം പുതയ്ക്കാനെടുത്തു. പിന്നെ 1 എണ്ണം എവിടെയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ആ ബാക്കി 1 എണ്ണം വസന്തു മുമ്മയ്ക്ക് കൊടുത്തു.
ഇത് ആ കൊച്ചു പറയുന്ന കമന്റിന് അനുസരിച്ചിട്ട് പറയുന്നതാണ്. ആ കുട്ടി പറയുന്ന വോയിസ് നമുക്കൊന്ന് കേൾക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഫ്ലോറൽ സാരി ആയിരുന്നു, ഞാൻ ഒരു പീസ് എനിക്ക് എക്സ്ട്രാ എടുത്തു വെച്ചു. സോ ഐ തിങ്കിങ് ഇതിടാം. സോ ഇത് സിയ ബൈ അഹാദിഷിക്കയുടെ ഓണം കളക്ഷനിലുള്ള ഒരു സാരിയാണ്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഇറ്റ്സ് കോൾഡ് റുക്മിനി. എനിക്ക് ഈ സാരി ഇഷ്ടപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഐ വിൽ ടെൽ യു വൈ. ഫസ്റ്റ്ലി ഇറ്റ്സ് ദ കളർ. ഇറ്റ്സ് എ വെരി ക്യൂട്ട് ക്രീം ഓർഗൻസ, ഒരു പാൽപായസത്തിന്റെ ഒക്കെ പോലത്തെ ഒരു കളർ. പിന്നെ ദിസ് ലവ്ലി ഫ്ലോറൽ എംബ്രോയിഡറി ഓവർ ഹിയർ ആൻഡ് താഴെ ഇങ്ങനെ ഫ്ലോറൽ പാച്ചസ് ഉണ്ട്. Then there is കസവ് എന്തൊക്കെ പറയണം. ഓൾസോ അപ്പോ ഐ തിങ്ക് ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ ഓണം സാരി പോലെ അല്ല ഇരിക്കുന്നത്, പക്ഷെ എന്നാൽ ഒരു ഓണം വൈബ് നല്ല പോലെയാണ്. ദിസ് ഇസ് റുക്മിനി ആൻഡ് ഇഫ് യു ലൈക്ക് ദി സാരി യു കൻ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക്. വളരെ ലിമിറ്റഡ് പീസസ് ഉള്ളൂ. എനിക്ക് ഇനി 3-4 സാരീസേ ബാക്കിയുള്ളൂ. ബിക്കോസ് എവറിത്തിങ് ഇസ് ലൈക്ക് സോൾഡ് ഔട്ട് ലൈക്ക് ദാറ്റ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി. ഈ വർത്തമാനം പറയണ്ട, സോൾഡ് ഔട്ട് ക്വിക്ക്ലി എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള മറുപടി ആയിട്ടാണ് ആ ഇട്ടിരിക്കുന്നത്. ആകെ 8 സാരിയാണുള്ളതും 5 അമ്മയ്ക്കും മകൾക്കും എന്നുള്ളത്. അടുത്ത കമന്റ് നോക്കാം. എവറിത്തിങ് ടു ആർട്ടിഫിഷ്യൽ, സ്പെഷ്യലി ദ വേ ഓഫ് ടോക്കിംഗ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ടൂ മച്ച് ആർട്ടിഫിഷ്യൽ ആൻഡ് ഫേക്ക് ലാംഗ്വേജ്. പാവ കൊച്ചി കൊല്ലാരൂടെ കൊല്ലുന്നു. ഇതിനകത്ത് വേറൊരു കമന്റ് ഉണ്ട് കേട്ടോ, അത് വായിക്കാനാണ്. അഹാനയ്ക്ക് ISROയിൽ ജോലിയുള്ള ആരെങ്കിലും കല്യാണം ആലോചിച്ചാൽ മതി. കളിയാക്കിയതാ, എന്നെയും കളിയാക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് പോയി തുമ്പയിൽ പോയി താമസിച്ചൂടെ നോക്കി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഏറി പോകുന്നതല്ലേ, അതാകുമ്പോൾ സൗകര്യപൂർവ്വം ഒരു റോക്കറ്റ് കയറിയിരുന്നവരങ്ങ് എയറിലെത്തിക്കുമെന്നാണ് പറയണത്. നെക്സ്റ്റ് ഈസ് വസന്തം ബൈ വസന്ത. ഇപ്പോൾ ഒന്നും അങ്ങ് ഒക്കുന്നില്ലല്ലോ. കൊന്നു കൊല്ല വിളിച്ചിരിക്കുന്ന കേട്ടോ. ഈസ്റ്റർ സാരി എടുത്ത് ഓണത്തിന് പ്രചരിപ്പിക്കണമെന്ന് മറ്റൊരു കമൻറ്റ്. ആൻഡ് അകത്തുള്ളതൊക്കെ വൃത്തിയായി പുറത്ത് കാണും, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അടുത്തത് രമണി. ഇറ്റ് ഫീൽസ് ഫണ്ണി ഫോർ ദെയർ ഫാൻസ് calling her mom as സിന്ധു അമ്മ ആൻഡ് ഗിവിങ് ദം വ്യൂസ് ആൻഡ് മണി ലോൾ. എന്ന് വെച്ചാൽ ഒരുപാട് പേര് അവരെ പോയി കാണുന്നുണ്ട് കേട്ടോ. അതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിന്ധു അമ്മ എന്ന് വിളിച്ചിട്ട് എല്ലാവരും പോയി കാണുന്നുണ്ടെന്നുള്ള ഒരു വിഷമമാണ് അവിടെ കാണിക്കുന്നത്. ഇതൊരു സിമ്പിൾ സാരി അല്ലേ, എന്തിനാ ഇത്ര റേറ്റ്? കണ്ടോ, കുത്തിത്തിരിപ്പിൻ്റെ ഫലമാണ് അവിടെ കമൻ്റ് ആയിട്ട് പോകുന്നത്. നിങ്ങളിങ്ങനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്ത് വല്ലവരും പറയണതും കേട്ടിട്ട് ഈ മൂട സാധനം പറയാതിരിക്കും. അവർക്ക് അവരുടേതായ അവർ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് സെൽ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കൂ, ഇല്ലെങ്കിൽ വാങ്ങിക്കേണ്ട. ഇത്തരത്തിലൊരു സൈബർ ബുള്ളിങ് അവർ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സിൻസിയർലി പറയുകയാണെങ്കിൽ താല്പര്യമില്ല കേട്ടോ. എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട്. വല്ല കാര്യമുള്ളതാണ്. ഇപ്പം ആ കുട്ടികളെങ്ങനെ എപ്പോൾ ആനെ ഇനി ആക്രമിക്കുന്നത് ബോധമില്ലായ്മയാണ്. ഒരു കാര്യമുണ്ട്, ശരി, അവരുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നുണ്ട്, അഹങ്കാരമുണ്ട്. അത് അഹാനയ്ക്ക് വിചാരിച്ചാൽ തീരാന്നുള്ളത് കാര്യമേ ഉള്ളൂ. അഡമണ്ടായിട്ട് ഞാൻ ചെയ്തത് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് അഹാനയ്ക്ക് ഈ ഏറിപ്പോക്ക് വരുന്നത്. അഹാന വന്നിട്ടൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രോബ്ലമേ ഉള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അമ്മമ്മയൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കാണിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും ഉള്ളതാണ്. നമ്മളൊക്കെ ഭയങ്കര മാന്യര് ചമയുന്നതാണ്. എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മച്ചിമ്മമായിട്ട് വാപ്പുമായിട്ടൊക്കെ ഭയങ്കര കളികൾ. ഞാനൊക്കെ ഭയങ്കര ഗുസ്തി ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. മോശം പറയത്തില്ല അവരെ കേട്ടോ. മോശം പറയാനുള്ള ധൈര്യം നമുക്കില്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് തല്ലും. എൻ്റെ ഉപ്പായാലും ഉമ്മായ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ നമ്മളെടുത്ത് ഉപ്പിലിടും, പിന്നെ വലിയ പാടാ. ഉമ്മച്ചിയുടെ ഉമ്മായ പറഞ്ഞാലും പ്രശ്നം. അപ്പം ഇവിടെ കുറ്റക്കാരി ശരിക്കും പറഞ്ഞാൽ അഹാനയല്ല, സിന്ധുവാണ് പ്രോബ്ലം. അതിനെ ന്യായീകരിച്ചുകൊണ്ട് സിന്ധു വീഡിയോ ഇട്ടപ്പോൾ സിന്ധുവാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, അഹാനയല്ല, സിന്ധുവിനെയാണ്. കാരണം സിന്ധുവാണ് ഇഷ്യൂ. ഇപ്പം നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് മോശം പറയണത്, എങ്ങനെയാണ് മോശമായിട്ടൊരു ഹാബിറ്റിൽ അടമണ്ടായി നിൽക്കുന്നത്? നമ്മുടെ സപ്പോർട്ട് ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ. ഇത് എല്ലാവരോടും ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് മോളെ നീ ചെയ്തത് മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് തിരുത്താൻ പറ്റാത്ത കാര്യം എന്താ സിന്ധുവിന്? കാരണം സിന്ധുവാണ് ഇതിൻ്റെ മൂല ആധാരമായിട്ടുള്ളത്. സിന്ധുവാണ് ഇതിലെ യഥാർത്ഥ കള്ളി. മകളോടുള്ള സ്നേഹമൊന്നുമല്ല. അവർ വിചാരിച്ചിടത്തൊന്നും അവരെ അമ്മ കൃത്യമായിട്ട് കൊടുത്തിട്ട് നോക്കുകയോ ചെയ്തിട്ടുണ്ടാവത്തില്ല. അതിൻ്റെ ഒരു വാശിപ്പുറത്ത് മകളെ കൊണ്ട് പണിയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഒരുപാട് കുടുംബം കാണുന്നുണ്ട്, അവിടെയൊന്നും ഇങ്ങനത്തെ പ്രശ്നം വരാത്തതിൻ്റെ റീസൺ അമ്മമാർ സ്ട്രോങ് ആയിരിക്കും. എൻ്റെ അമ്മയെ നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പം ആ കൊച്ച് നേരിടുന്ന സർവത്ര സൈബർ ബുള്ളിങ്ങിൻ്റെയും യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് സിന്ധുവാണ്. അന്ന് അമ്മൂനെ കൊണ്ട് സംസാരിപ്പിക്കാതെ, അഹാനയെ കൊണ്ട് സംസാരിപ്പിക്കാതെ പകരം ഹൻസികയെ കൊണ്ടോ ഇഷാനിയെ കൊണ്ടോ സംസാരിപ്പിച്ചിരുന്നെങ്കിലോ ഇന്ന് അവരായിരുന്നു തന്നെ ഏറിപ്പോയത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ?
അപ്പോൾ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് സിന്ധുവാണ്. നിങ്ങൾ സിന്ധുവിന്റെ അലേ കയറുന്നതിന് പോരാ ആ കൊച്ചിന്റെ അലേ കയറുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാവും. കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ സത്യമായിട്ട് സങ്കടം തോന്നിയിട്ട് പറയുന്നത് മതിയുടെ എന്തിനാ അതുങ്ങളെ നിങ്ങളെ വഴിക്ക് വിടുന്നത്. പിന്നെ അവർ 4 പേരും എഫേർട്ട് എടുത്ത് മുന്നോട്ട് വന്നത് തന്നെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ അവരിട്ടിരിക്കുന്ന ഡ്രസ്സിൽ ബ്ലൗസ് അത് കുറേ പേരുടെ ഒരു ഇതാണ്, അത് മാറ്റാനൊക്കത്തില്ല. അവറ്റകൾ ഇങ്ങനെ തുറന്ന് കാണിച്ച് നടക്കുന്ന ഒരു പ്രത്യേകതരം ജനുസുകളാണ്. അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു മെറ്റീരിയൽ അവരവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് തന്നെ അവരുടെ ആ ഒരു ഇത് തന്നെയാണ്. അത് കാണാൻ തന്നെയാണ് ആളുകൾ അവിടെ ഇടിച്ച് കയറിയിട്ടുള്ളത്. ഇപ്പോൾ പക്ഷെ അതിനകത്തുള്ള കൗതുകവും പോയി, ഇവരുടെ ക്യാരക്ടറിലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു അതും പോയി. ആകെ മൊത്തത്തിൽ നിരാശ ബാധിച്ച കുറേ മനുഷ്യരുടെ കമൻസ് ആണ് ഞാൻ അതിനകത്ത് കാണുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക്